ലഹരി മാഫിയയിലെ മുഖ്യ കണ്ണിയുടെ ഏക മകൻ അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ. വിൽക്കാനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന MDMA അമിത അളവിൽ ഉപയോഗിച്ചതാണെന്ന് പ്രാഥമിക നിഗമനം. മനം നൊന്ത് മാതാവ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ലഹരി ഉപയോഗത്തിലൂടെ വൻ ലാഭം ഉണ്ടാക്കുന്ന വ്യാമോഹത്തിനിടയ്ക്ക് അവൻ വിചാരിച്ചു കാണത്തില്ല അവന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ദുരന്തം വന്ന് കയറുമെന്ന്. നിങ്ങൾ അറിഞ്ഞോ, അർജന്റീനയിൽ നിന്ന് ഒരു 2 ദിവസം മുമ്പുള്ള ഒരു വാർത്ത, ലഹരി മോഷ്ടിച്ചെന്നും പറഞ്ഞ് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും അതിൻ്റെ 3 കൂട്ടുകാരികളെയും അതിക്രൂരമായിട്ട് ലഹരി മാഫിയ സംഘം ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു. എത്ര വർഷം ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാണെന്നറിയാം ഇവർ നശിപ്പിച്ചതാണ്. ഈ കുഞ്ഞുമക്കൾ അറിയുന്നുണ്ടോ? 3 വർഷം തുടർച്ചയായി കഴിച്ചാൽ മരണം ഉറപ്പാ. ആകെ പേടിയായല്ലോ സാറേ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാ. ഇത് ഉപയോഗിക്കുന്നോ ഇല്ലേന്നൊക്കെ എങ്ങനെയാ സാറേ അറിയുന്നത്? സ്വഭാവവ്യതിയാനവും പഠനത്തിലുള്ള താല്പര്യമില്ലായ്മയും അധിക സമയം ബാത്റൂമിലും ബെഡ്റൂമിലും ഒക്കെ തങ്ങുന്നതും ഈ ബെഡ്റൂമിലോട്ട് മറ്റുള്ളവർ കയറി വരുമ്പോൾ ശക്തമായി എതിർക്കുന്നതും അപരിചിതരുമായിട്ടുള്ള ചങ്ങാത്തവും അമിത ഉത്സാഹമൊക്കെ കാണിക്കുമ്പോഴേ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കാൻ? ഉണ്ടല്ലോ, ചുവന്ന കണ്ണുകൾ, കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ, ശരീരമാകെ നീലപ്പാടുകൾ, അമിതമായ ക്ഷീണം, ശരീരഭാരം പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. സാറേ, എനിക്കൊരു സംശയം. MDMA പോലെ മയക്കുമരുന്ന് മണമില്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മറ്റൊരാൾക്ക് ഭക്ഷണത്തിൽ നൽകാമെന്ന് കേൾക്കുന്നുണ്ടല്ലോ സാറേ, ശരിയാണോ അത്? അപരിചിതരുമായുള്ള ചങ്ങാത്തങ്ങളോടും അവർ വെച്ച് നീട്ടുന്ന ഭക്ഷണങ്ങളോടും നോ പറയാൻ പഠിക്കണം. ഇനി എന്തായാലും ഉണ്ടോ സാറേ? ഉണ്ടല്ലോ, ഇനിയുണ്ട് ധാരാളം. ചില പെട്ടികൾ സൂക്ഷിക്കൽ, ചില പാക്കറ്റുകൾ, ചില പൊടികൾ, കപ്പ് സിറപ്പ്, സിറിഞ്ച്, റീഫില്ലാത്ത പേനകൾ, ചുരുട്ടിയ നോട്ടുകൾ, ഒഴിഞ്ഞ ഉപയോഗശൂന്യമായ ATM കാർഡുകൾ, ഇവയൊക്കെ കുട്ടികൾ തങ്ങുന്ന മുറിയിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും സംശയിച്ചേ പറ്റൂ. അങ്ങനെ സാധാരണ കണ്ടുവരാത്തത് എന്തും പരിശോധിക്കണം. സാറേ, വേറെ എന്തെങ്കിലും ശാസ്ത്രീയമായ മാർഗങ്ങൾ വല്ലതും ഉണ്ടോ? MDMA പോലെയുള്ള മയക്കുമരുന്നുകൾക്ക് മണമില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. ശാസ്ത്രീയ മാർഗങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് പരിശോധിക്കണമെങ്കിൽ മൾട്ടി പാനൽ ഡ്രഗ് ടെസ്റ്റ് കിറ്റ് കിട്ടും. അത് വാങ്ങി പരിശോധിച്ചാൽ 10ഓളം വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാ സാറേ പരിശോധിക്കണമെന്ന്? കുറും വഴി ഈ കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തറിയാൻ പറ്റും. ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യും സാറേ? അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യാനേ പാടില്ല. ശിക്ഷിക്കുകയും ചെയ്യരുത്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചാലോ അത് ഉപയോഗിച്ചാലോ ഉണ്ടാകുന്ന ശിക്ഷാവിധികളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക. സർക്കാർ സംവിധാനങ്ങൾ ധാരാളമില്ലേ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്. 1098 വിളിച്ചാൽ അവരുടെ സേവനം എപ്പോഴും ലഭ്യമാണ്. എക്സൈസിന്റെ വിമുക്തി മിഷൻ ഉണ്ട്. കൂടാതെ NGOകൾ ധാരാളം റീഹാബിലിറ്റേഷൻ സെന്ററുകൾ നടത്തുന്നുണ്ട്. സൗകര്യങ്ങൾ കൂടി. ഓരോരുത്തർക്കും പ്രത്യേകം മുറികളും വാഹനങ്ങളുമായി. ഒത്തുചേരലുകളും കൂടിച്ചേരലുകളും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി. ആഹാരത്തിന് പോലും അമ്മയെ ആശ്രയിക്കാത്ത കാലമായി. മക്കൾ മാതാപിതാക്കളോടൊപ്പം ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശ്വാസോച്ഛ്വാസം പോലും പരസ്പരം തിരിച്ചറിയുന്ന ഒരു നല്ല കാലം. എനിക്ക് മക്കളുമാരുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത് ട്രെൻഡല്ല മക്കളെ, ട്രാപ്പാണ്. എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മധുരം പോലെ തോന്നുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഒറ്റ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് കൂട്ടുകാരെ നഷ്ടപ്പെടും, നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെടും, നിങ്ങളുടെ ഭാവി ഇല്ലാതാകും, നിങ്ങൾ മനോരോഗിയായി തീരും, ജയിലിലാകും, ഒരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേ. സാറേ, എൻ്റെ കൊച്ചുമോനെ അത് ഉപയോഗിക്കുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് വിഷമിക്കേണ്ട സുകുമാര. കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ഒരിക്കലും നിങ്ങൾ കുറ്റവാളികളായി കാണുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ്. അതിന് സ്കൂളും കുടുംബവും സർക്കാർ സംവിധാനങ്ങളും ഒപ്പം ഉണ്ടാകണം.